നമസ്കാരം. നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നുണ്ട്. അവർ അവിടെ ജോലി ചെയ്യുന്നു, അവിടെ സ്ഥിരതാമസമാക്കുന്നു. അവരാരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളെല്ലാം ഇവിടെ ഒറ്റയ്ക്കാണ്. ഈ പറഞ്ഞ മക്കൾക്കാർക്കും ഇവിടെ വന്ന് ഈ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനോ അവരെ കാണാനോ ഒന്നും കഴിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടാവുക? അതിനുള്ള കാരണം എന്താണ്? ഈ പോകുന്ന ഡയറക്ഷൻ ശരിയാണോ? അവർ നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ മാതാപിതാക്കളെയെല്ലാം ശുശ്രൂഷിക്കുകയും നോക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഈ വിഷയങ്ങളെ ഒന്ന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ശരിക്കും ഇങ്ങനെയുള്ളൊരു മാറ്റം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത് നമ്മളെല്ലാവരും പറയുന്ന ഈ മുതലാളിത്ത വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ശരിക്കും ഈ ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്നൊക്കെ പറയുന്ന അത്ര പ്രശ്നമുള്ള കാര്യമാണോ? അല്ല. മനുഷ്യർ തമ്മിൽ കൂടുതൽ സഹകരിക്കാനും കൂടുതൽ സഹിഷ്ണുത പുലർത്തുവാനും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലെ അക്രമവാസന കുറയ്ക്കുവാനുമൊക്കെ ഈ ഒരു ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തമാണ് കാരണമായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ശരിക്കും അതാണ് സത്യം. മനുഷ്യരുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങളെയും പരിഹരിച്ച് ഇന്ന് കാണുന്ന ഈ ഒരു സാഹചര്യത്തിലോട്ട് വളർന്നു വരാൻ നമ്മളെല്ലാം സഹായിച്ചത് നമ്മൾ ഈ കുറ്റം പറയുന്ന ക്യാപിറ്റലിസവും അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയും ഒക്കെയാണ്. ശരിക്കും ഇത് പറയുമ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർക്കൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കേരളത്തിലുള്ള ആളുകൾ ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു ക്യാപിറ്റലിസം മുതലാളിത്തം എന്ന് പറയുന്ന വ്യവസ്ഥയോടൊക്കെ എതിരാണ്. എന്തുകൊണ്ടായിരിക്കാം അത്? നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷ ആളുകളും കരുതുന്നത് ഒരാൾക്ക് എന്തെങ്കിലും അല്പം പണം സമ്പാദിക്കണമെങ്കിൽ അത് ഇല്ലാത്ത അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കണം എന്നുള്ളതാണ് ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റൊരാളുടെ നഷ്ടമാണെന്നാണ് കൂടുതൽ ആളുകളും കരുതുന്നത്. ശരിക്കും അത് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. മറ്റൊരാളുടെ ലാഭമാണ് നമ്മുടെയും ലാഭമായി മാറുന്നത്. നമുക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മൾ തട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവനും നമുക്കും ലാഭമുള്ള രീതിയിൽ തന്നെയാണ് ഈ മുതലാളിത്ത വ്യവസ്ഥ വളരുന്നത്. അത് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം സ്വാഭാവികമായിട്ടും. നമുക്കതൊരു ഉദാഹരണത്തിലൂടെ പരിശോധിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ശമ്പളമുള്ള മണിക്കൂറുകൾക്കനുസരിച്ച് പണം വാങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറിനെ നിങ്ങൾ സങ്കല്പിക്കുക. ആ എൻജിനീയറിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അച്ഛന് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് വയ്യാതായിരിക്കുന്നു. ഇപ്പോൾ അച്ഛന് സ്വന്തമായി കടയിൽ പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനോ ഒന്ന് കുളിക്കാൻ പോലും മറ്റാളുകളുടെ സഹായം വേണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ എൻജിനീയറിന് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നാട്ടിലുള്ള തൻ്റെ അച്ഛനെ ആ എൻജിനീയറിന് വേണമെങ്കിൽ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാം. ഈ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഈ എൻജിനീയറിന് സ്വയം നോക്കാം. അദ്ദേഹത്തിന് ചിലപ്പോൾ ജോലിക്ക് അല്പം വൈകി പോകേണ്ട വന്നേക്കാം. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നിന്ന് അല്പം നേരത്തെ വരേണ്ടി വന്നിരിക്കാം. എന്നാലും അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും സ്വയം നോക്കി അച്ഛന് കൂടുതൽ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ പരിചരിക്കാനൊരു അവസരം കിട്ടും. പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കുന്നൊരു കാര്യം എന്തായിരിക്കാം? മണിക്കൂറുകൾക്കനുസരിച്ചാണ് ആ എൻജിനീയർ ജോലിയിൽ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം കുറയാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സമയം തെറ്റിയുള്ള വരവും പോക്കും ഒക്കെ അഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റീനെ അത് അഫക്റ്റ് ചെയ്യാം, അവരുടെ ലാഭത്തെ അത് അഫക്റ്റ് ചെയ്യാം. അപ്പം എന്നാലും അച്ഛന് സ്വന്തമായി ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും പരിചരിക്കാനും ഒക്കെ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കും ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പ്രാക്ടിക്കലായ മറ്റൊരു സൊല്യൂഷൻ ഈ ഒരു പ്രശ്നത്തിനുണ്ട്. അതെന്തായിരിക്കാം ആ സൊല്യൂഷൻ? ഈ എൻജിനീയറിന് നാട്ടിലുള്ള അച്ഛനെ ശുശ്രൂഷിക്കാനായിട്ട് നമുക്കൊരു നേഴ്സിനെ അല്ലെങ്കിൽ ഒരു ബായിനെ സമീപിക്കാം. അദ്ദേഹത്തിന് ഇതുപോലെ പ്രായമായ ആളുകളെ നോക്കി നല്ല പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും. അദ്ദേഹം ഈ അച്ഛൻ്റെ ഒപ്പം താമസിച്ച് അച്ഛൻ്റെ ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണെന്ന് കരുതുക. അതുപോലെ തന്നെ ചെറിയൊരു ശമ്പളം ആയിരിക്കും ആ ഒരു ബായിക്ക് നമ്മൾ കൊടുക്കുക, ഈ സോഫ്റ്റ്വെയർ എൻജിനീയറിന് കിട്ടുന്ന വരുമാനത്തെ അനുസരിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം സംഭവിക്കുക?
ഈ പറഞ്ഞ എഞ്ചിനീയറിന് കൃത്യസമയത്ത് തന്നെ ജോലിക്ക് പോകാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനത്തെ അത് ബാധിക്കില്ല. അതുപോലെ തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെ ഈ ഒരു പ്രശ്നം ബാധിക്കില്ല. അതുമാത്രമല്ല, അച്ഛന് മെച്ചപ്പെട്ട ഒരു ശുശ്രൂഷ കൂടുതൽ നേരം കിട്ടുകയും ചെയ്യും. അതും കൂടാതെ ഈ വരുന്ന ബായിക്ക് ഒരു വരുമാനമാവുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഒരു പങ്കെടുത്ത് സ്വന്തം നാട്ടിലോട്ട് അയക്കുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകളുടെ ജീവിത സാഹചര്യവും മെച്ചപ്പെടും. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു തീരുമാനം എല്ലാവർക്കും നല്ലതായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അച്ഛന് സ്വന്തം മകൻ്റെ അല്ലെങ്കിൽ മകളുടെ സ്നേഹവും പരിചരണവും കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയം മാത്രമാണ്. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നാൽ പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കളെല്ലാവരും വിദേശത്ത് സെറ്റിലാവുകയും അവരാരും തിരിച്ച് നാട്ടിലോട്ട് വരാതിരിക്കുകയും പ്രായമായ അച്ഛനെയും അമ്മയെയും നോക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം. ഇതെല്ലാം ഈ പറഞ്ഞ ഒരു മുതലാളിത്ത വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. നമുക്കൊരിക്കലും ഇതിനെതിരെ മാറ്റിമറിച്ച് ചെയ്യാനൊന്നും പറ്റില്ല ഭൂരിപക്ഷ ആളുകൾക്കും. കാരണം ഇന്നത്തെ ലോകം മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. നമ്മളിപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും തിരിച്ചു വന്ന് നമ്മളെ ശുശ്രൂഷിക്കണമെന്നൊക്കെ ആഗ്രഹിക്കാമെങ്കിലും അതൊന്നും അത്ര പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ള കാര്യമല്ല. അതുതന്നെയാണ് എക്കണോമിക്കലി മികച്ചൊരു തീരുമാനവും. അവരവിടെ ജോലി ചെയ്യുകയും ഇവിടെ പുതിയ ആളുകൾക്ക് ജോലി നൽകുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ക്യാപിറ്റലിസത്തിന് ഇഷ്ടമായ ഒരു രീതി. ഇവിടെ ഒരാളുടെ നഷ്ടമല്ല മറ്റൊരാൾക്ക് ലാഭമായി മാറുന്നത്. ഒരാളിൽ നിന്ന് അപഹരിച്ചെടുക്കുന്നതല്ല മറ്റൊരാൾക്ക് ലാഭമായി മാറുന്നത്. രണ്ടു കൂട്ടർക്കും വളരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നത്. ഈ വക വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചിന്ത കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ഡീറ്റെയിൽഡായിട്ടൊരു കഥ പറഞ്ഞത്. നമ്മളൊരു വിഷയത്തെ കാണുമ്പോൾ ഇതുപോലെ കാണാത്ത മറ്റ് കാഴ്ചകൾ കൂടി കണ്ടാൽ മാത്രമേ ആ ചിത്രം പൂർണ്ണമാകൂ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.